പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാള വിഭാഗത്തിലേക്ക് നടന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. താഴെ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ജോഡി. ശരിയായിട്ടുള്ളത് നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം 1918 തത്വപ്രകാശിത സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. താഴെ തന്നിരിക്കുന്നതിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. ദയാനന്ദ സരസ്വതിയുടെ ആദ്യ ഒരു കൃതിയാണ് സത്യാർത്ഥ ഭൂമിക. നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മഹാത്മാ ഗാന്ധി. 90-ാം ആണ്ട് ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3, 4 ശരിയാണ്. അയ്യങ്കാളി ആയിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. പുലയ സമുദായത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്തായിരുന്നു ഈ പ്രക്ഷോഭണം ആരംഭിച്ചത്. താഴെ തന്നിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും അവ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. 1888 നവംബർ 11-ാം തീയതി ജനിച്ചു. അടിയുറച്ച മതേതര ജനാധിപത്യ വിശ്വാസിയായിരുന്ന ഇദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രവർത്തിച്ചു. സൗദി അറേബ്യയിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ മാതാവ് അറബ് വംശജയായിരുന്നു. മരണാനന്തര ബഹുമതിയായി രാജ്യം ഭാരതരത്ന നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. ലോകത്തിലെ ആദ്യ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അനാക്സി മാൻഡർ. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്, കാരണം? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 4ഉം ശരിയാണ്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളായും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ലാറ്റക്സ് എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ലിസ്ലി ലാംപോർട്ട് ആണ്. 1974 ഇന്ത്യയുമായി കച്ചത്തീവ് ഉടമ്പടി ഒപ്പുവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സിരിമാവോ ഭണ്ഡാര നായകെ. മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് അഗ്നി 5. 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ? ആൻസർ ഓപ്ഷൻ എ ആണ് അലോക് ശുക്ല. ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വനിതകളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിപാദിക്കുന്ന CMB എന്നതിന്റെ പൂർണ്ണരൂപം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഭൂമിയിൽ 90 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയുടെ ചന്ദ്രനിലെ ഭാരം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് 15 കിലോഗ്രാം. വ്യത്യസ്ത തരം ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണം. സമയക്രമീകരണത്തിന് പ്രാധാന്യം നൽകുന്ന പഠനതന്ത്രം? ആൻസർ ഓപ്ഷൻ എ ആണ് വൈകാരിക തന്ത്രം. ശ്രദ്ധ നിലനിർത്താൻ ബോധപൂർവം വരുത്തുന്ന പരിവർത്തനങ്ങൾ? ആൻസർ ഓപ്ഷൻ സി ആണ് ചോദക വ്യതിയാനങ്ങൾ. ജ്ഞാനഗോചരത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജേർണൽ. സാഹചര്യങ്ങൾക്കനുസരിച്ച് അറിവിനെ പൊരുത്തപ്പെടുത്തുന്നു, ഇത്? ആൻസർ ഓപ്ഷൻ എ ആണ് സംസ്ഥാപനം. താഴെ പറയുന്നതിൽ രാമചരിതത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ആകെ 1814 പാട്ടുകൾ, 164 പടലങ്ങൾ. അടുത്ത ഒരു 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. ഈ വരികൾ ഏത് കൃതിയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് തിരുനിഴൽ മാല. താഴെ പറയുന്ന ചമ്പുഗണങ്ങളിൽ വ്യത്യസ്തമായ ഗണം കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. രാമായണം ചമ്പു, ഭാരതം ചമ്പു,
രാജരത്നാവലീയം ചമ്പു, ഭക്ഷ്യയാഗം ചമ്പു. ഇവിടെ 2 കവിതാ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ രചയിതാക്കൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. ചങ്ങമ്പുഴ, ചെറുശ്ശേരി എന്നിവരുടെ കാവ്യഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഷേക്സ്പിയർ നാടകങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹാംലെറ്റ്, ഒഥല്ലോ. അടുത്ത 2 വരി കവിതയുണ്ട്. ഈ വരികൾ ആരെ കുറിച്ച് എഴുതിയതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വള്ളത്തോൾ മഹാത്മാഗാന്ധിജിയെ കുറിച്ച് എഴുതിയതാണ്. കാവ്യകല അഥവാ ഏഴാം ഇന്ദ്രിയം എന്ന കവിതയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. കുമാരനാശാൻ രചിച്ചു. മണിമാല സമാഹാരത്തിൽ ഉൾപ്പെടുന്നു. അത് എല്ലുറപ്പുള്ള കവിതയാണ്. മാംസളത്വവും ദുർമേധസ്സും അതിൽ തരിമ്പുമില്ല. ക്ഷോധക്ഷമമായ കവിത എന്ന് അതിനെ വിളിക്കാം. ആ കവിത മുഗ്ധഹാസം പൊഴിക്കുമ്പോഴും കരൾ തകർന്നു കേഴുമ്പോഴും ആ ശക്തി കൈമോശം വരാറില്ല. വൈലോപ്പിള്ളി കവിതയെക്കുറിച്ച് ഈ വിലയിരുത്തൽ നടത്തിയത് ആരാണ്? സന്ദർഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പി എ വാര്യർ ആണ് ഈ ഒരു വിലയിരുത്തൽ നടത്തിയത്. സന്ദർഭം കടൽക്കാക്കകളുടെ അവതാരിക. അടുത്ത് ഒരു 4 വരി കവിത വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ കവി ആര്, കവിത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിതയിലെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. താഴെ പറയുന്നതിൽ ദേശമംഗലം രാമകൃഷ്ണന്റെ കാവ്യ സമാഹാരങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഗണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അഷ്ടാവക്രന്റെ വീണ്ടു വിചാരങ്ങൾ, താതരാമായണം, വിചാരിച്ചതല്ല. താഴെ പറയുന്നതിൽ ധർമ്മരാജ നോവലിന് ചേരാത്ത ഗണം കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഉഗ്രഹരി പഞ്ചാനൻ, ശാന്തഹരി പഞ്ചാനൻ, ചന്ദ്രകാരൻ, സുന്ദരയ്യൻ. അങ്ങനെ വളർന്ന അമരവള്ളിയാണ്. സങ്കടങ്ങൾക്ക് മേൽ അത് പടർന്നു. ഇപ്പോൾ അതിന്മേൽ പൂക്കാലം, വെള്ളയും വയലറ്റും നിറമുള്ള പൂക്കൾ. ഏത് നോവലാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആലാഹിയുടെ പെൺമക്കൾ. ഇതാണ് പാക്യമർഗ്. ബഷീറിന്റെ ഏത് നോവലിന്റെ 1-ാം അധ്യായത്തിലാണ് ഇങ്ങനെ പേർ നൽകിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്റുപ്പുപ്പാക്കൊര ആനയുണ്ടാർന്ന്. എം ടിയുടെ 4 നോവലുകൾ പ്രസിദ്ധീകരിച്ച വർഷം അടിസ്ഥാനമാക്കി പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം പ്രസിദ്ധീകരിച്ച ക്രമത്തിൽ ശരിയായ പട്ടിക കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 4 കെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. 4 കെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം. ആനന്ദിന്റെ ശരിയായ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി സച്ചിദാനന്ദൻ. രാജമല്ലി, കനകാംബരം, ചന്ദ്രകാന്തം, പത്മരാഗം എന്നീ ചെറുകഥാ സമാഹാരങ്ങളുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എസ് കെ പൊറ്റക്കാട്. വധു, കുമാരി രമ, വരൻ. വരന്റെ പേര് ഓർമ്മ നിൽക്കുന്നില്ല. കോവിലന്റെ ഏത് കഥയാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ശംഖ്. വംശാവലി, ചരിഞ്ഞ സുഷിരങ്ങൾ, പാതാളം, അഭിനയ മുഹൂർത്തങ്ങൾ എന്നീ കഥകൾ ഉൾപ്പെടുന്ന സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കഥാസമാഹാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും. നിരാശാഭരിതനായ സുഹൃത്തിന് ഒരു കത്ത് ആരുടെ കഥാസമാഹാരമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. യു പി ജയരാജ്. ആർക്കറിയാം എന്ന കഥയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സക്കറിയ. കേരള ഭാഷാ പ്രണയികൾ എന്ന പേരിൽ മലയാളത്തിൽ രചിച്ചിട്ടുള്ള 8 ജീവചരിത്ര കൃതികളിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പറ്റിയുള്ള ജീവചരിത്രം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോയിപ്പിള്ളിൽ പരമേശ്വര കുറുപ്പ്. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓർമ്മയുടെ ഓളങ്ങൾ അത് എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ്. ഓർമ്മയുടെ വിരുന്ന് വി കെ മാധവൻകുട്ടിയാണ്. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കര പിള്ള. 2-ാം ലോക മഹായുദ്ധകാലത്ത് റങ്കൂണിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേരാൻ പി കെ രാജരാജവർമ്മ നടത്തിയ സാഹസിക യാത്രയുടെ വിവരണമാണ് ഈ കൃതി. കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വിജയകരമായ പിന്മാറ്റം. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇന്ത്യൻ റെയിൻബോ, സോണിയ ചെറിയാൻ, ജിഗ്സോ പസിൽ, കവിത ബാലകൃഷ്ണൻ, ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ, സുധാ മേനോൻ, പെൺയാത്രകൾ, ഗീതാഞ്ജലി കൃഷ്ണൻ.
താഴെ പറയുന്നതിൽ മലയാളത്തിലെ പ്രഥമ ശാസ്ത്ര സാഹിത്യ മാസിക എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ധന്വന്തരി. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കേരളത്തിലെ പക്ഷികൾ ഇന്ദുചൂടൻ. പ്രാണിലോകം ഡോക്ടർ കെ ഭാസ്കരൻ നായർ. കേരളത്തിലെ പക്ഷിക്കൂടുകൾ PV പത്മനാഭൻ. ജീവന്റെ ഉദ്ഭവം PT ഭാസ്കര പണിക്കർ. ആധുനിക ശാസ്ത്ര മുറകൾ പ്രകാരം പ്രകൃതി നിരീക്ഷണം നടത്തി വൃക്ഷലതാദികളുടെയും മറ്റ് സസ്യജാലങ്ങളുടെയും പട്ടിക തയ്യാറാക്കി വർഗീകരിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്ത കേരളാരാമം എന്നുകൂടി പേരുള്ള കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹോർത്തൂസ് മലബാറിക്കസ്. 1949 മഹാകവി ഉള്ളൂരിന്റെ അവതാരികയോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് സാഹിത്യകുശൽ ശേഷഗിരി പ്രഭു. ഇത് എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തുറവൂർ മാധവ പൈ. തനത് മലയാള ലിപി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതിന്റെ തുടക്കമായി രചന എന്ന ലിപി വ്യവസ്ഥയിൽ തയ്യാറാക്കിയ തുമ്പപ്പൂ മുതൽ സൂര്യൻ വരെ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നിത്യ ചൈതന്യ യതി. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന ഉപനിഷത്ത് വാക്യത്തോടൊപ്പം ഉദ്യമം കൊണ്ട് സിദ്ധിക്കും വിദ്യ മാനധനാദികൾ എന്ന സൂക്തവും മുഖമുദ്രയാക്കിയ മലയാളത്തിലെ ആദ്യകാല പ്രസിദ്ധീകരണം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് വിവേകോദയം. ഒരു ശബ്ദം അതിന്റെ സാങ്കേതികവും പ്രാഥമികവുമായ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന വ്യാപാരമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് അഭിധ. തമിഴിലെ പ്രശസ്ത ഗ്രന്ഥമായ തൊൽകാപ്യത്തിലെ തൊൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രാചീനം. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. കാവ്യനിരാസവാദം അത് പ്ലാറ്റോ ആണ്. കഥാർസീസ് അരിസ്റ്റോട്ടിൽ ആണ്. ഗ്രാമീണമായ കാവ്യഭാഷ വേർഡ്സ്വർത്ത് ആണ്. അവ്യക്തിഗതവാദം TS എലിയറ്റ്. ഹെജിമണി എന്ന സംജ്ഞ മുന്നോട്ട് വച്ച മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആന്റോണിയോ ഗ്രാംഷി. കുമാരനാശാന്റെ കൃതിയായ നളിനിയെ പറ്റി നളിനി കട്ടത്തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത വയലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വള്ളത്തോൾ. ചേരുംപടി ചേർക്കുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. കാവ്യപീഠിക മുണ്ടശ്ശേരി. സൗന്ദര്യ നിരീക്ഷണം MB പോൾ. സാഹിത്യഭൂഷണം കുട്ടിക്കൃഷ്ണ മാരാർ. രൂപമഞ്ജരി കേസരി ബാലകൃഷ്ണപിള്ള. 1930 പോൾ എഴുതിയ നോവൽ വിമർശനം ലോക സാഹിത്യത്തിൽ വരെ പരിഗണനീയമായ ഒരു പഠന ഗ്രന്ഥമാണെന്ന് അത്യുക്തി സ്പർശമില്ലാതെ പറയാവുന്നതാണ്. ബർണാഡ് ഷാവിന്റെ ബുദ്ധിയും മല്ലീനാഥന്റെ ഹൃദയവും അവ്യാഖ്യേയമായ ഏതോ രാസപാകത്തിൽ തന്നിൽ ഉൾച്ചേർന്ന് സ്വാംശീകരിച്ച കുട്ടിക്കൃഷ്ണ മാരാർ പൂർവാനത്തിലെ വെയിൽ പോലെ മലയാള സാഹിത്യത്തിൽ എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ശക്തിയായിരിക്കും. ആരുടെ പ്രസ്താവനകളാണിത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സുകുമാർ അഴീക്കോട്. സ്ത്രീ രചനകളെ വിശകലനം ചെയ്യുന്നതിനുള്ള സ്ത്രീപക്ഷ രീതി എന്ന് വിളിക്കാവുന്ന നിരൂപണ രീതിക്ക് പറഞ്ഞു വരുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗൈനോ ക്രിറ്റിസിസം. ബ്രാഹ്മണ ജ്ഞാനവ്യവസ്ഥയെ മുഴുവൻ അപരമായി തിരിച്ചറിയുന്നതാണ്. അതിനാൽ കൃത്യമായ സ്വയം നിർവചനത്തിന് ഇത് കൃതിയെ പ്രാപ്തമാക്കുന്നു. ദുരവസ്ഥയിൽ ആശാൻ പോലും സാവിത്രിയുടെ ദുരവസ്ഥയാണ് കൃതിയെ മുഴുവൻ വിഭാവനം ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴാണ് ഡാഷിന്റെ പ്രത്യയശാസ്ത്രദാർഢ്യം ബോധ്യപ്പെടുക. പ്രദീപൻ പാമ്പിരിക്കുന്ന ഏത് കൃതിയെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് സരസ്വതി വിജയം. ഇരുത്തൽ എന്ന ഉരിപ്പൊരുൾ ഏത് തിണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് മുല്ലൈ. ഭാഷണത്തിലെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്വനിമം. മഴ ഇവിടെ പ്രവർത്തിച്ച നയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സ്വര സംഭരണം. വ്യാകരണമിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശേഷഗിരി പ്രഭു. മാനസ്വരത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡാനിയൽ ജോൺസൺ. രാമചരിതത്തിനെന്ന പോലെ പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായി യോജിക്കുന്ന കാവ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തിരുനിഴൽ മാല.
താഴെ കൊടുത്തിരിക്കുന്നത് ദന്ത്യാക്ഷരമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് ജ. ദ്യോതകത്തിന് ഉദാഹരണം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് കൊണ്ട്. ഉച്ചാരണത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലകരണം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നാവ്. താലവ്യമായും ഓഷ്ട്യമായും ഉച്ചരിക്കാറുള്ള മലയാളത്തിലെ സ്വനിമ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ആ. ദ്രാവിഡ ഭാഷയെ പറ്റി ആദ്യമായി ഒരു ഗവേഷണ ലേഖനം എഴുതുകയും മലയാളം ചെന്തമിഴിന്റെ ശാഖയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്ത ഭാഷാ ഗവേഷകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് FW എല്ലീസ്. പൂർണമായ രൂപത്തിൽ അച്ചടിക്കപ്പെട്ട പ്രഥമ മലയാള കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സംക്ഷേപ വേദാർത്ഥം. ദൂരദർശന്റെ അടിസ്ഥാന മുദ്രാവാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സത്യം ശിവം സുന്ദരം. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. മാധ്യമം തന്നെയാണ് സന്ദേശം എന്ന സിദ്ധാന്തം രൂപപ്പെടുത്തിയ ചിന്തകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മാർഷൽ മക് ലൂഹാൻ. നവമാധ്യമങ്ങളെ ജനാധിപത്യത്തിലെ ഫിഫ്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് വില്യം H. ഡാൾട്ടൺ. മലയാളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ TV ചാനൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഏഷ്യാനെറ്റ്. മലയാളത്തിലെ ആദ്യത്തെ കലാലയ മാസിക ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വിദ്യാ സംഗ്രഹം. റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗുഗ്ലിമോ മാർക്കോണി. ഇന്ത്യൻ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1959 സെപ്റ്റംബർ 1. തിരുവനന്തപുരത്ത് ഉത്രം തിരുനാളിന്റെ സഹായത്തോടെ ഈശ്വരപിള്ള വിചാരിപ്പുകാർ ആരംഭിച്ച മുദ്രാലയം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് കേരളോദയം. താഴെ കൊടുക്കുന്ന ആട്ടക്കഥകളിൽ കോട്ടയം കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് രാജസൂയം. ഗണപതി, പടിവട്ടം, കലാശം, മുന്നരങ്ങ് എന്നീ ചടങ്ങുകൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് തുള്ളൽ. കേരളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മാർത്താണ്ഡവർമ്മ. ചേര രാജാക്കന്മാരുടെ ശാസനങ്ങളിൽ ഏറ്റവും പഴയത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വാഴാപ്പള്ളി ശാസനം. കേരള ഭാഷയെ സംസ്കൃത ഹിമഗിരി ഗളിത എന്ന് വിശേഷിപ്പിക്കുന്ന പദ്യകലശം ഉൾക്കൊള്ളുന്ന വ്യാകരണ ഗ്രന്ഥം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് കേരള കൗമുദി. കഥകളിയിൽ തന്റേടാട്ടം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന സമ്പ്രദായം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇളകിയാട്ടം. അടുത്ത ഒരു 3 വരി കവിത കൊടുത്തിട്ടുണ്ട്. ഈ വരികൾ നമ്പ്യാരുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുംഭകർണാവതം. രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിലെ തിരക്കഥാകൃത്ത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉറൂബ്. പത്താക്ക് എന്ന നാണയം ഏത് വൈദേശിക ശക്തിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പോർച്ചുഗീസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വതന്ത്ര ഇന്ത്യയിൽ വഴിനടപ്പവകാശത്തിനു വേണ്ടി നടന്ന സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പാലിയം സമരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ മൂഴിക്കളം കച്ചവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1. ക്ഷേത്ര വസ്തുക്കളുടെ ദുർവിനിയോഗവും ഊരാളന്മാരുടെ പ്രവൃത്തികളും നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമം. തോറ്റില എന്ന നാടകത്തിന്റെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ എ ആണ് തകഴി ശിവശങ്കര പിള്ള. സാധുജന പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1905. ഫോക്ലോർ എന്ന പദം ആദ്യം ഉപയോഗിച്ച ഗവേഷകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വില്യം ജോൺ തോംസ്. നഗരം, നഗരാനുഭവങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന ഫോക്ലോറുകളെ പരാമർശിക്കുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അർബൻ ഫോക്ലോർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഫോക്ലോറിന്റെ സവിശേഷതയായി കരുതപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്ഥാണുത്വം. പരിണാമ വിധേയത്വം, വാമൊഴി വഴക്കം, പാഠങ്ങളുടെ ബഹുലത ഇതെല്ലാം ഫോക്ലോറിന്റെ സവിശേഷതയായി കരുതപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യ വൈകുണ്ഠ സ്വാമികൾ. സദാരാമ എന്ന സംഗീത നാടകത്തിന്റെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ സി ആണ് KC കേശവപിള്ള.
കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖ എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മഹാത്മാ ഗാന്ധി.